കൂടെ നിന്നിരുന്ന ക്ലബ്ബും രാജ്യവും അദ്ദേഹത്തെ കൈയൊഴിയുമ്പോൾ അയാൾ ആ വേദിയിൽ നിന്നും തലകുനിച്ചാണ് പോകുന്നത്. കുറേ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും അയാൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ആരും ഉണ്ടായിരുന്നില്ല. ലോകം കീഴടക്കിയ ആ നായകൻ്റെ അവസാന പന്ത് തട്ടൽ അതായിരുന്നു എന്ന് എല്ലാവരും വിധിയെഴുതി. അതെ, ദി സ്റ്റോറി ഓഫ് സക്സസ്ഫുൾ മാൻ ഫ്രം ഓൾ ഫെയിലിയേഴ്സ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും പടിയിറങ്ങിയ അയാളെ യൂറോപ്പിലെ ഒരു ടീം പോലും എടുക്കാൻ തയ്യാറായിരുന്നില്ല. അയാളെ ആശ്വസിപ്പിക്കുന്ന നേരത്ത് എല്ലാവരും വിമർശനങ്ങൾ കൊണ്ട് അയാളെ മൂടി. അങ്ങനെ യൂറോപ്പ് അയാളെ കൈവിടുകയാണ്. പിന്നെയാണ് അയാളുടെ കരിയറിലെ വിജയങ്ങൾ അയാൾ നമുക്ക് കാണിച്ചു തന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ഒരു വാർത്ത എല്ലാ ഫുട്ബോൾ പ്രേമികളുടെയും ചെവിയിലേക്ക് എത്തുകയാണ്. അതെ, ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ നസറിലേക്ക്. അപ്പോഴും വിമർശനങ്ങൾ അയാളെ വിട്ടുപോയിരുന്നില്ല. അയാളുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നവർ കുറച്ചു പേരുണ്ട്. മറ്റു സൈഡിൽ അയാളെ വിമർശിക്കാൻ ഉള്ളവരും. എന്നാൽ അത് ക്രിസ്ത്യാനോ റൊണാൾഡോയല്ലേ. അവിടെ നിന്നാണ് പിന്നെ അയാളുടെ കഥ ആരംഭിക്കുന്നത്. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. നിങ്ങൾക്ക് വിമർശിക്കാനുള്ള അവസരം അയാൾ തന്നെ ഒരുക്കി തരും. എന്നാൽ ആ വിമർശനങ്ങൾക്ക് മുകളിലൂടെ അദ്ദേഹം വട്ടമിട്ട് പറക്കും. അങ്ങനെ ആ മത്സരം വരികയാണ്. അൽ നസറും അൽ ബദീൻ തമ്മിലുള്ള പോരാട്ടം. പല ആളുകളും അദ്ദേഹത്തെ വിമർശിച്ചപ്പോൾ അതിനുള്ള ഉത്തരം കൊടുത്തത് അൽ ബദീൻ തമ്മിലുള്ള പോരാട്ടത്തിലായിരുന്നു. അൽ ബദീനുമായുള്ള മത്സരം തുടങ്ങിയപ്പോൾ ആദ്യത്തെ 21-ാം മിനിറ്റിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഇടങ്കാലിൽ നിന്നും ഒരു ഗോൾ പിറന്നു. എയ്സ് സ്റ്റേഡിയം ആകെ ഇളകി മറിഞ്ഞു. പിന്നീട് നമ്മൾ കണ്ടത് ആ 38-കാരൻ്റെ വിളയാട്ടമായിരുന്നു. അങ്ങനെ അൽ ബദീൻ 4 ഗോളുകൾക്ക് അൽ നസർ പരാജയപ്പെടുത്തി. അതും ആ 38-കാരൻ്റെ കാലിൽ നിന്നും 4 ഗോളുകൾ. എല്ലാവരും അയാളെ വിമർശിച്ച നാവ് കൊണ്ട് ആ 38-കാരനെ എയ്സ് സ്റ്റേഡിയത്തിൽ വാനോളം പുകഴ്ത്തി. അയാളെ നമുക്ക് പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ കളിയെയും ചിന്തകളെയും മനസ്സുമൊന്നും തകർക്കാൻ ആർക്കും തന്നെ സാധിക്കില്ല. അതാണ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇതുവരെ ലോകം ശ്രദ്ധിക്കാതെ പോയ ഒരു ലീഗ്, ആരും ശ്രദ്ധിക്കാത്ത താരങ്ങൾ. എന്നാൽ ഇപ്പോൾ അവരെ ലോകത്തിന് തന്നെ അറിയാം. അതിൻ്റെ കാരണം മറ്റാരുമല്ല, ഒരേ ഒരു പേര്, ക്രിസ്ത്യാനോ റൊണാൾഡോ. പരാജയങ്ങളിൽ നിന്നും വിജയങ്ങൾ കണ്ടെത്താൻ പഠിപ്പിച്ച താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അവൻ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല. എന്നാൽ അവൻ പോയപ്പോൾ യൂറോപ്പിലെ പകുതി താരങ്ങളെയും അവൻ കൊണ്ടുപോയി. പലരുടെയും ഇൻസ്പിറേഷനാണ് അയാൾ, പലരുടെയും മനസ്സിൽ ഇടം പിടിച്ചവൻ. അയാളെ ഒരിക്കലും വിമർശനങ്ങൾ കൊണ്ട് പരാജയപ്പെടുത്താൻ ആവില്ല. കാരണം അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. നിങ്ങൾക്ക് അയാളെ വെല്ലുവിളിക്കാം, പക്ഷേ അദ്ദേഹം തൻ്റെ വലംകാലി കൊണ്ട് തട്ടിത്തെറിപ്പിക്കും.